കടന്നു പോയത് എത്ര പെട്ടെന്ന്. ഓർമ്മകളുടെ തീരത്ത് മറവി നിഴൽ വീഴ്ത്തിട്ടുണ്ട്. എങ്കിലും കേരളത്തിന്റെ മനോഹാരിതയിൽ ജനിച്ചു വളർന്ന് ഇന്നിവിടെ ഓസ്ട്രേലിയയിൽ നിൽക്കുമ്പോൾ മറക്കാൻ പറ്റാത്തതും മറക്കാൻ ആഗ്രഹിക്കുന്നതുമായ എത്രയെത്ര ജീവിതാനുഭവങ്ങൾ. ഓർമ്മകളിൽ അലയടിക്കുന്ന ഒരുപാട് സ്ഥലപ്പേരുകളും കോളേജുകളും, പഠിക്കാൻ പോയ സ്ഥലങ്ങൾ, ജോലി തേടി പോയ സ്ഥലങ്ങൾ, ഉഴുവം കോളേജ്, BCM കോളേജ്, കാരക്കാസ്, ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, മംഗലാപുരം, റിയാദ്, ജിദ്ദ, മസ്കറ്റ്, കുവൈറ്റ്. അവസാനം കുടിയേറ്റക്കാരുടെ ഇടയത്തോട്ടമായ ഓസ്ട്രേലിയ. നല്ല ശമ്പളം, ജീവിത സാഹചര്യം. പക്ഷേ പല മാതാപിതാക്കളുടെയും മനസ്സിൽ പുറത്തു പറയാനാകാതെ നുഴഞ്ഞു വന്ന ഒരുപാട് വിഷമങ്ങൾ. കുട്ടികൾ ചിലപ്പോഴൊക്കെ ഡ്രഗ്സ് തേടിക്കുന്നു, ഡിപ്രഷൻ, ചിലപ്പോഴെങ്കിലും ചിന്തകൾക്ക് ചുറ്റും ചിലന്തി ഉടലും നീയുന്നു. നിങ്ങളെന്റെ മോനെ കണ്ടോ? നിങ്ങളെന്റെ മോനെ കണ്ടോ? ഇവരെ പോലെ കുട്ടിയുണ്ടായിരുന്നു, ഇവരെ പോലെ തനിയുണ്ടായിരുന്നു. കൂട്ടുകാരെ കിട്ടാതെ വന്നപ്പോ, കൂട്ടുകാരെ കിട്ടാതെ വന്നപ്പോ മദ്യത്തിനും വായിക്കാനും അടിമയായി. അവനെ എനിക്ക് നഷ്ടപ്പെട്ടു, അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. 1980-90 കാലഘട്ടം പഠനവും പ്രണയവും കൂട്ടുനിന്ന സ്കൂൾ കോളേജ് കാലങ്ങൾ. അവൾ BCM കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഉഴുവൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അവനെ അവൾ ആദ്യം കണ്ടത്. അവർ ഒരു ബസ്സിലായിരുന്നു പോയിരുന്നത്. അവൻ അവൾക്ക് കാഡ്ബറി മിഠായി വാങ്ങിച്ചു കൊടുത്തു. ഞാൻ നടന്ന വഴികളിലൊക്കെ എന്തിനു മനോഹരമായി, ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു മായികയായി. നടന്ന വഴികളിലൊക്കെ എന്തിനു മനോഹരമായി. കലാലയ ജീവിതം അവസാനിക്കുന്നു. ഉപരിപഠനത്തിനായി ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, മംഗലാപുരം ഭാഗങ്ങളിലേക്കുള്ള ഒഴുക്ക്. അവൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. അവൻ മംഗലാപുരത്തെ പ്രാന്തപ്രദേശങ്ങളിൽ 2 വർഷം കൊണ്ട് നഴ്സിംഗ് പാസ്സാക്കുന്ന ഒരു കോളേജിൽ ചേർന്നു. പുതിയ കൂട്ടുകാർ, ഹോസ്റ്റൽ ജീവിതം. പിന്നീട് അവർ കാണുന്നത് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഉഴവർ പള്ളിയിൽ പുണ്യാളന്റെ തിരുനാളിൽ, കടുത്തുരുത്തി പള്ളിയിൽ പുറത്ത് നമസ്കാരത്തിന്, കൈപ്പുഴ കൊറോനപ്പള്ളി പെരുന്നാളിന്, മാരകപ്പള്ളി പെരുന്നാളിന്. ഓരോ തിരുനാളിലും പ്രദക്ഷിണ ഇറങ്ങുമ്പോൾ മുത്തുകുടകൾക്ക് താഴെ അവർ പ്രണയം കൈമാറും. നേഴ്സിംഗ് കഴിഞ്ഞ് ജോലി തേടിപ്പോയ എത്രയെത്ര ഹോസ്പിറ്റലുകൾ. സെയിന്റ് ഫിലോമിനാസ്, ഗംഗാറാം ഹോസ്പിറ്റൽ, സഫ്തജൻ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ, ഡെറാഡൂൺ ഹോസ്പിറ്റൽ.
അവനും അവളും ഡൽഹിയിൽ വീണ്ടും ഒന്നിച്ചായി. രണ്ടുപേർക്കും ഡൽഹിയിലാണ് ജോലി. അവർ വൈകുന്നേരങ്ങളിൽ ചാന്ദിനി ചൗക്കിൽ ഇരുന്ന് പാനിപൂരി കഴിച്ചു. അവൾ താമസിച്ചിരുന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരിയോടൊപ്പം ആയിരുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടി യുകെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കുടിയേറ്റം തുടങ്ങിയ കാലഘട്ടമായിരുന്നു. സ്വർണ്ണാവസരം തേടി പലരും കുടിയേറ്റം ആരംഭിച്ചു. ഒരു ദിവസം ചാന്ദിനി ചൗക്കിൽ പാനിപൂരി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവളോട് പറഞ്ഞു, നമ്മുടെ ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ഒന്നും ചോദിക്കരുത്. കോളേജ് കാലം മുതലുള്ള പ്രണയത്തിൽ നിന്നും ഒരു ദിവസം പെട്ടെന്ന് അവൻ പിന്മാറിയപ്പോൾ അവൾ അമ്പരന്ന് പോയി. പെരുമഴയിൽ ഒറ്റയ്ക്കായി പോയ കുട്ടിയെ പോലെ അവൾ ആത്മാവിൽ നനഞ്ഞു നിന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അവൾ IELTS പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ പേര് കേട്ട ഒരു തറവാട്ടിൽ അവളെ കെട്ടിച്ചയച്ചു. ഭർത്താവിന് ലക്ഷങ്ങൾ ശമ്പളം. പക്ഷേ അവളുടെ ജീവിതം അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു. ഞാൻ നിന്റെ അമ്മായിയപ്പൻ, എന്റെ ആജ്ഞകൾ നീ അനുസരിച്ചു കൊള്ളണം. ഞാൻ നിന്നെ കെട്ടിയവർ. ഞാൻ നിന്നെ അടിച്ചാൽ പുറത്തു പറയുകയോ കരയുകയോ ചെയ്യരുത്. നീ ഒരു പെണ്ണാണ്. അമ്മായിയമ്മ, എനിക്ക് നീ ഒരു വേലക്കാരി മാത്രം. ഞാൻ നിന്റെ സ്വന്തം അമ്മ. കെട്ടിച്ചു വിട്ട പെണ്ണ് എല്ലാം സഹിച്ചു കെട്ടിച്ച വീട്ടിൽ നിന്നുകൊള്ളണം. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. അവൾ ഒരു അടിമയെ പോലെ അവിടെ ജീവിച്ചു. അവളുടെ ചിന്തകളിൽ കൊള്ളിയാൻ നീങ്ങി. ഒരു ജോലിക്കായി അവൾ യാചിച്ചു. ഡിപ്രഷൻ അവളെ കൊത്തിവലിക്കുവാൻ തുടങ്ങി. സഹായത്തിനായി അവൾ കൈനീട്ടി. തന്റെ സ്വപ്നങ്ങൾ ഒരു എരിഞ്ഞടങ്ങുന്നത് അവൾ കണ്ടു. ആ സമയം ഒരു വൈദികൻ അതിലേക്ക് കടന്നു. അവളെ കണ്ടെങ്കിലും പിന്നീട് ഒരു പഞ്ചായത്ത് മെമ്പറും MLAയും അതിലേക്ക് കടന്നുപോയി. ഒപ്പം പഠിച്ച കൂട്ടുകാർ അവളെ കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ നടന്നുപോയി. വീട്ടുകാർ അതിലേക്ക് കടന്നുപോയെങ്കിലില്ല, അവളെ ആശ്വസിപ്പിച്ചില്ല. അവൾക്ക് ആശ്വാസം തോന്നുന്നത് അതുവഴിയെ പോകുന്ന ട്രെയിനിലെ ചൂളംകുടി മാത്രമാണ്. ആ ചൂളംകുടി ഡിപ്രഷൻ ബാധിച്ച അവളുടെ ആത്മാവിനെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ എല്ലാ വേദനകൾക്കുമുള്ള പരിഹാരമായി ഒരു ദിവസം അവൾ ആ ചൂളംകുടിയെ ചോദിച്ചു. ഇവൾ നിഷേധി. ഡിപ്രഷൻ ഉണ്ടായ നിങ്ങൾ ചികിത്സിക്കാമായിരുന്നില്ലേ? ഇവൾ നിഷേധി. ഇവൾക്ക് സഭാസ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കാമായിരുന്നില്ലേ?
ഇവൾ നിഷേധി. ഇവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? നിഷേധി. ഇവൾ എന്തുകൊണ്ട് കൂട്ടുകാരോടോ വീട്ടുകാരോടോ പറഞ്ഞില്ല? നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു. കണ്ടടകൾ വേണം, കണ്ടടകൾ വേണം. പാതിപ്പാതിവർ കൊള്ളുന്നത് കാണാം. നമ്മുടെ പഴയ നായിക വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിൽ താമസമാക്കി. റീൽസ് കളിക്കുന്ന വേഗതയിലാണ് കാലം കടന്നു പോകുന്നത്. അവളുടെ മക്കൾ വലുതായി. അവൾ ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡ് ആയി. ഞാൻ ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡാണ്. എനിക്ക് 4 യൂണിവേഴ്സിറ്റി പോകുന്നുള്ളൂ. ഞാൻ ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡ് ആണ്. എനിക്ക് 2 ജോലിയുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡ് ആണ്. എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാ വീക്കെൻഡിലും പാർട്ടി വെക്കും. ഞാൻ ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡ് ആണ്. എന്റെ മക്കളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ജീവിതം കീഴ്മേൽ മറിയുന്നത് പെട്ടെന്നാണ്. അവളുടെ മകന്റെ കൂട്ടുകെട്ടുകൾ നല്ലതായിരുന്നില്ല. കൂട്ടുകെട്ടിൽ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വന്നു. ഡ്രഗ്സ് കഴിച്ചില്ലെങ്കിൽ കൂട്ടുകാരെ കിട്ടാത്ത അവസ്ഥ വന്നു. I am Cannabis. You are my friend. I will give you pleasure. I'm LSD. You're my friend. I'll give you pleasure. I am cocaine. You are my friend. I will give you pleasure. I am MDMA. You are my friend. I will give you pleasure. വേദനിട്ട കിളി വീണുമാ, വേർപെടുന്നു നമ്മളെ കഥാ. വേദനിട്ട കിളി വീണുമാ, വേർപെടുന്നു നമ്മളെ കഥാ. ഉള്ളിലന്ന് പങ്കുവച്ചതാ, ഉള്ളിനാക്കളിനി വീഴുമോ. നിങ്ങൾ എന്നെ മോനെ കണ്ടു. നല്ല പിടിക്കനായിരുന്നു, നല്ലപോലെ പഠിക്കുന്ന ചക്കനായിരുന്നു. കൂട്ടുകാരുണ്ടാകുന്നപ്പോ അവൻ മദ്യത്തിനും മയക്കുമരുന്നും അവന്റെ കൂട്ടായി. അവൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ വിടാറുന്നില്ലേ. വനവർണ്ണശാലയില്ലല്ലോ മനം കാത്ത മുനിയാദസ്ഥിനില്ലല്ലോ. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. Stay away from drugs. They only steal your health, dreams and future. Choose positive paths that build you up, not the substances that break you down.